അപ്പു സർ, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കല്ലോ അല്ലേ? യാ, ഫാമിലി ഫോട്ടോസ് ആണെങ്കിൽ നോ പ്രോബ്ലം. വരൂ, പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്, വരൂ. Okay, now let's have a nice picture of your family. Smile, please. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? ഹേയ്, ഞാൻ എന്തിനാടാ? ഏയ്, ഇങ്ങ് വന്നേ. ഞാനെന്തിനാന്ന്? എന്ത് ചോദ്യടാ? വാടാ അങ്ങോട്ട്. Thank you. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ കുട്ടിയെടുത്ത് ചോദിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ ശ്രീ ശ്രീറാം ദേശായി. അതുപോലെ അവന്റെ ഇതുവരെയുള്ള യാത്രയിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായിക്കോളൂ. വാടാ, ഇരിക്കുക. എങ്കിൽ ശരി, താങ്ക് യു സർ. ഗുഡ് ലക്ക്. എണ്ണയുടെ മുൻപിൽ നിന്ന് കത്തുന്ന ദീപമാണ് നീ. മലേഷ്യക്ക് പോവും മുമ്പേ ആദ്യത്തെ തിരി തെളിയിക്കാനുള്ളതാണ് ഈ ഇന്റർവ്യൂ. നടക്കട്ടെ, നടക്കട്ടെ. അളിയ, എവിടെയാ ഉള്ളേ? ഞങ്ങള് നിങ്ങളെയും കാത്ത് ഇവിടെ നിൽക്കുവാ. ഞങ്ങളോ ഈ ധനലക്ഷ്മി ഫൈനാൻസിയേഴ്സിന്റെ അടുത്ത്, ശ്രീ വിനായക ജുവലേഴ്സിന്റെ അടുത്ത് സിൽക്ക് സാരീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പില്ലേ, അവിടെ നിൽക്കുവാ. ഓ ആണോ? ശരി ശരി, നിങ്ങൾ വാ, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ശരി. അവൻ എവിടെയാ ഉള്ളത്? വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഇങ്ങോട്ട് എത്തിക്കോളും. നമുക്ക് അദ്ദേഹം വരുമ്പോഴേക്കും അകത്ത് പോയി നോക്കിയാലോ? എടുത്തി, ഒരു നിമിഷം. എനിക്ക് വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ല എടുത്തി, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്താ എങ്ങനെ പറയുന്ന സീത? കല്യാണാവുമ്പോ പുതിയ വസ്ത്രങ്ങൾ കൂടിയേ തീരൂ. അല്ല സീതേ, ആളിയൻ ഇത് ഇത്ര സ്നേഹത്തോടെ വാങ്ങിത്തരാന്ന് പറയുമ്പോ നീ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? എന്റെ ഭർത്താവില്ലേ, അങ്ങേരൊരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. നീ എത്ര ഭാഗ്യവതിയാണെന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ നീ ആണെങ്കി ഇതേ തല തിരിഞ്ഞു. ഏയ്, ഇവളെ കണ്ടില്ലേ? സിഹി, അവൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ചെയ്യുമായിരുന്നു. പാവം നിന്റെ ചേട്ടത്തി അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നേ. വേണ്ടാന്ന് പറയല്ലേ മോളെ. ശരി അമ്മേ, അവര് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കയറി ഷോപ്പ് ചെയ്യാം. അവര് വരുന്നതിന് മുമ്പ് നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നത് ശരിയല്ലല്ലോ. ആ അതെ അതെ, സീത പറയുന്നത് ശരിയാ. ലോയർ വന്നോട്ടെ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അത് മതി, അത് മതി. ഇവളിത് എന്തൊരു പെണ്ണാ! അകത്ത് പോയി കണ്ണു നിറയെ സ്വർണവും കണ്ട് മനസ്സ് നിറച്ചിരിക്കാവെന്ന് വിചാരിച്ചതാ. ഇവളാണെ വരുന്നുമില്ല. ഇവരെയും കൂട്ടിക്കൊണ്ട് വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കഷ്ടം. ഇനിയും എത്ര നേരം എടുക്കും? നിന്ന് നിന്ന് കാല് വേദന എടുക്കണു. സ്കൂളില് മിസ് പണിഷ്മെന്റ് തരില്ലേ, അതുപോലെ തോന്നുന്നു സീതമ്മ. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് അകത്ത് പോയി അവിടെയൊക്കെ കാണാമെന്ന്.
1-2 ഡിസൈൻ സെലക്ട് ചെയ്താ പിന്നെ അവര് വരുമ്പോ തന്നെ ബില്ലടിക്കാവല്ലോ. എടുത്തി ഇനി എത്ര സമയം ആവുന്നാ? അയാൾ ശരിക്കും വരുന്നുണ്ടോ? അയ്യോ, ഇതെന്ത് വർത്താനോ സീതേ? അയാളുടെ കല്യാണം അല്ലേ, അപ്പൊ സ്വർണ്ണമൊക്കെ വാങ്ങാൻ അയാൾ വരില്ലെന്നുണ്ടോ? സീതമ്മ, നീ ഫോൺ തന്നെ, ബോറടിക്കുന്നു. എനിക്ക് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കണം. ഏതാ നിന്റെ ഫ്രണ്ട്? ആ താടിക്കാരൻ റാമാണോ? നോക്ക് സിഹി, ഇനി അങ്ങോട്ട് ആ റാമിനെ മാറ്റി നിർത്തിയേക്ക് കേട്ടോ. ആന്റി, ഞാൻ എന്തിനാ എന്റെ ഫ്രണ്ടിനെ മാറ്റി നിർത്തുന്നേ? എടുത്തി എന്താന്ന് വെച്ചാ ഇനി നിനക്കൊരു അച്ഛനുണ്ട്. ഈ ഫ്രണ്ടും ബാക്ക് സൈഡും ഒന്നും ഇനി ആവശ്യമില്ല. ഇനി മുതൽ അവൻ പുറത്തൊരാളാ കേട്ടോ. സീതമ്മ, എന്റെ ഫ്രണ്ട് ഇനി മുതൽ പുറത്തുള്ള ആളാണോ? കുട്ടികളോട് എന്തിനാ എടുത്തി ഇങ്ങനെ സംസാരിക്കുന്നത്? ആഹാ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് സീതേ? അവള് കുട്ടിയാ, അവക്കൊന്നും അറിയില്ല. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നീ വേണ്ടേ അവക്ക് പറഞ്ഞു കൊടുക്കാൻ? സിഹി, നിനക്ക് വേണമെങ്കിൽ നിന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഇല്ലേ, അവരെ ഫോൺ ചെയ്ത് എത്ര വേണേലും സംസാരിച്ചോ. നമുക്ക് പോവാം, വാ. സീതമ്മ, ഒരൊറ്റ തവണ ഞാൻ എന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യട്ടെ. പ്ലീസ് പ്ലീസ് സീതമ്മ. ശരി. ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. എന്തു പറ്റി? സൗണ്ട് ഒക്കെ വല്ലാതെ. എന്തു പറ്റി എന്റെ സീക്കുട്ടിക്ക്? നീ ബിസി ആണോ? നിന്റെ ഫോൺ വരുമ്പോ എത്ര ബിസി ആണെങ്കിലും ഞാൻ എത്തില്ലേ? ഐ ലവ് യു ഫ്രണ്ട്. ഐ ലവ് യു ടു ചക്കരെ. എന്തിനാ എന്റെ ഫ്രണ്ട് ഡള്ളായിട്ടിരിക്കണേ? ഫ്രണ്ട്, നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴോ? ഇപ്പൊ എന്ന് വെച്ചാ ഇപ്പൊ. ഫ്രണ്ട്, ഞാൻ എപ്പോ നിന്നെ ആലോചിച്ചാൽ നീ എന്റെ മുമ്പിൽ വന്ന് നിക്കുവെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പൊ വാ. ശരി, ഞാൻ വരാം. നീ വിഷമിക്കാതിരിക്കുക കേട്ടോ. ഫ്രണ്ട്, പക്ഷേ ഞങ്ങള് വീട്ടിലല്ല. പിന്നിപ്പോ എവിടെയാ ഉള്ളേ? വിനായക ജ്വല്ലറി ഷോപ്പിലാ ഉള്ളത്. ജ്വല്ലറി ഷോപ്പിലോ? നീ വരുവോ പ്ലീസ്? എന്നെ നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. സീമോളെ, ആരും മാറ്റി നിർത്തില്ല. യു മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ചക്കര എപ്പോഴും എന്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കും. താങ്ക് യു ഫ്രണ്ട്. ഹേയ്, ഹലോ. സിഹി എപ്പോ മീറ്റ് ചെയ്യാൻ വിളിച്ചാലും അപ്പം പോയി മീറ്റ് ചെയ്തോ. കാരണം സീതയുടെ കല്യാണം കഴിഞ്ഞാ നിനക്ക് സിഹിയെ കാണാൻ പറ്റോ? അതേരാ, ഭാര്യ ഭർത്താവ് കുട്ടി എന്നുള്ളൊരു ലോകം ഉണ്ടാവും അവർക്ക്. നിനക്കതിൽ സ്ഥാനമില്ല. എല്ലാം എനിക്കറിയാടാ. സർ, വെള്ളിയാഴ്ച എൻ്റെ കല്യാണമോ?
അത് നടന്നു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ കൈ കാണും. ഇതെനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. വെറും വീട് മാത്രമല്ല, ആ അപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരും. ഇതിനൊക്കെ അവള് സമ്മതിക്കുമോ? അതോ അവളെയും കുട്ടിയെയും നോക്കിയിരിക്കേണ്ടി വരുമോ? റിസ്ക് ആവില്ലല്ലോ അല്ലേ? റിസ്കോ? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമല്ലോ. രുദ്രപ്രതാപിനോട്. എത്ര ആൾക്കാരെ കൊണ്ട് ഏതൊക്കെ പേപ്പറിൽ സൈൻ ചെയ്യിച്ച ആളാ. അങ്ങനെയുള്ള എനിക്ക് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു പേപ്പർ വാങ്ങി അത് ഒപ്പിടിപ്പിച്ച് മേടിച്ച് എന്റെ പേരിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഭാര്യ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് പവർ ഓഫ് അറ്റോർണി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിശ്വസിക്കായിരുന്നു. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ വീട് എന്തായാലും എനിക്ക് തരുമോ? ഹേ, ആ അപ്പാർട്ട്മെന്റ് തന്നെ തരാന്ന് പറഞ്ഞില്ലേ? താൻ ഇതെന്താ വീടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? നോക്ക്, തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനോട് ഡീല് പറ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവാൻ നോക്ക്. ശരി, എന്നാലേ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടേ കാണാം. ഇത് വലിയ ശല്യമായല്ലോ. ഈ പെണ്ണുമ്പിൾ എന്തിനാ എപ്പോഴും വിളിക്കുന്നേ? ഹലോ. ഹലോ സാറേ, എവിടെയാ ഉള്ളേ? ഈ ഷോപ്പ് ഏതാന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുവാ. വരാൻ ലേറ്റ് ആവുമെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തോളാം. സാറേ, ഇവിടെ പലതരത്തിലുള്ള ഡയമണ്ട് മാലയൊക്കെ ഉണ്ട്. വന്ന് കണ്ടാലേ എല്ലാം വാങ്ങാൻ ആഗ്രഹം തോന്നും സാർ. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുവാണെന്ന് തോന്നുന്നല്ലോ. എന്തിനാ വീണ്ടും ഫോൺ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? അല്ല സാർ, അത് എന്റെ പേര് പറഞ്ഞ് എന്ത് വേണേലും വാങ്ങിക്കോ, ഞാൻ പിന്നീട് പേ ചെയ്തോളാം. ഫോൺ വെക്ക്. പ്രതാപി പാപി എപ്പോഴും കിരികിരിന്ന് പറഞ്ഞോണ്ടിരിക്കും. അയ്യോ, ഞങ്ങളുടെ സീതയെ ദൈവം തന്നെ സംരക്ഷിക്കണം. ചേട്ടാ, എന്തെങ്കിലും കഴിക്കാൻ തരുമോ ചേട്ടാ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി ചേട്ടാ. ചേട്ടാ, 1 രൂപയെങ്കിലും താ ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും ഫ്രണ്ട് ആക്കാറില്ല കേട്ടോ. എനിക്ക് ഇയാളെ ഒട്ടും ഇഷ്ടമല്ല. ചേട്ടാ ചേട്ടാ കൈ വിട് ചേട്ടാ, വേദനിക്കുന്ന ചേട്ടാ. ചേട്ടാ വിട് ചേട്ടാ. ചേട്ടാ, ഇവനെന്തൊരു ക്രൂരനാണ് ദൈവമേ. ഇവനെ കല്യാണം കഴിക്കുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ. എന്തായാലും ഇവനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്റെ ഫ്രണ്ട് എപ്പോഴാ വരാ? സൂപ്പർമാനെ പോലെ ഇവന് വരാൻ അറിയില്ലേ? എന്താ സീതേ, നിനക്കിതൊന്നും ഇഷ്ടമായില്ലേ? നീ അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന എന്തിനാ? ഇതും കൂടെ നോക്ക്. വാങ്ങിത്തരാൻ ആളുള്ളപ്പോ വാങ്ങിക്കുന്നേ. നീ നോക്ക്, നല്ലതാ. എടുത്തി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ നോക്കിയോ. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മതി. ഇത്രയും വലിയൊരു കുട്ടി ഉണ്ടായിട്ട് ഒരു മാല വാങ്ങാൻ അറിയില്ലെന്ന് പറഞ്ഞ കഷ്ടമാണ് നിന്റെ കാര്യം. അയ്യോ, നീ ഇത് നോക്ക്. ഞാൻ മോളില് ഡയമണ്ടിന്റെ സെഷൻ ഉണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരണ്ടേടാ. ഡയമണ്ടോ? അതെന്തിനാ?
വെറുതെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പോയി നോക്കുന്നത് എടുത്തി? നമ്മൾ ഇവിടെ വാങ്ങാൻ വന്നത് താലിയുടെ ചെയിനല്ലേ? അയ്യോ, നോക്കുന്നതിന് പൈസ കൊടുക്കണോ? അങ്ങോട്ട് നോക്കിയേ. മുത്തശ്ശനും മുത്തശ്ശി നോക്കുന്നില്ലേ? അവരെന്തെങ്കിലും വാങ്ങുവോ? എന്തായാലും അളിയൻ എത്തിയിട്ടില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നീ നോക്കുന്നേ ഇത്. ഹായ്. എന്താ വല്ലാതിരിക്കുന്നേ? നീ ഓക്കെ അല്ലേ? നോട്ട് ഓക്കേ ഫ്രണ്ട്. എനിക്ക് ഇവിടെ ഭയങ്കര ബോറടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി നിനക്ക് ബോറടിക്കേയില്ല. ഓക്കെ ഫൈൻ. ശാന്തേ, അവനങ്ങോട്ട് എത്തേണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ, അവൻ അവളെ എടുത്തത് കണ്ടാൽ അറിയാം അവൻ ആ കുട്ടി എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. നമ്മുടെ സീത അവന് ഒന്നിച്ചാ എന്ത് രസമായിരിക്കില്ലേ? ഇന്നലെ ഇവര് വീട്ടിലേക്ക് വന്നപ്പോ എനിക്കത് തോന്നിയതേ ഇല്ല. അയ്യോ ഏട്ടാ, അത് ലോയറാണോ? ശരിക്കും നോക്ക്. അത് നമ്മുടെ രാമാണ് ചേട്ടാ. അയ്യോ, ശരിയാണല്ലോ. ഹായ് അമ്മ. ഹായ് സീത. റാം, സീതമ്മ, ആന്റി എവിടെ? എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് ആന്റിയോട് പറയണം. എന്റെ ഫ്രണ്ടിനെയും എന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് പറയണം. എവറിത്തിങ് ഈസ് ഓക്കെ? സിഹി ഫോൺ ചെയ്തപ്പോ എന്തോ വിഷമം പോലെ. അതാ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നേ. അതല്ല, നമ്മളെ ആര് പിരിക്കാനാ? ഐ മീൻ എന്നെയും സിഹിയെയും. ഇവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കളവ് പറഞ്ഞത്. റാം, പാവം, നീ ജോലിയൊക്കെ ഒഴിവാക്കി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫ്രണ്ട്, നീ എങ്ങോട്ടും പോവണ്ട. ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്ക്. പ്ലീസ് ഫ്രണ്ട്, പ്ലീസ്. ശരി മോളെ, ഇന്ന് മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ? എവിടെയും പോവില്ല. സീത, യു ക്യാരി ഓൺ. സിഹിയെ ഞാൻ നോക്കണം. വാ. ഇത് മേഡത്തിന് ചേരുന്നുണ്ട്. എടുത്തോളൂ മേഡം. ലെങ്ത് കറക്റ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്തേക്ക് മേഡം. ഹുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഊരിയിട്ടിട്ടാ മതി മേഡം. ഫ്രണ്ട്, സീതമ്മയുടെ മുടിയില് മാല കുടുങ്ങിയിട്ട് തോന്നുന്നു. ഹെൽപ്പ് ചെയ്യ്. ഓക്കെ ബോസ്. സീത, ഹാ, ക്യാൻ ഐ ഹെൽപ്പ് യു?
കല്യാണ വൈഭോഗമേ. നൈസ്. ഫ്രണ്ട് സീതമ്മനെ കല്യാണം കഴിച്ചേ.